تعالى وبركاته. بسم الله الرحمن الرحيم. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഖിലാഫത്ത് അപവാദങ്ങളിലെ ശരികേടുകൾ എന്ന വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന തിരുസുന്നത്തും ഇസ്ലാമിക രീതികളെയും മുറുകെ പിടിക്കാനും കൈമാറാനും വേണ്ടിയിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു സ്വഭാവമാണ് ഖിലാഫത്ത് എന്നുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയിലൂടെയും പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുയിലൂടെയും പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുയിലൂടെയും അലി റളിയല്ലാഹു അൻഹുയിലൂടെയും ആദ്യത്തെ ഖിലാഫത്ത് ആദ്യകാല ഖിലാഫത്ത് സംഭവിച്ചു. പിന്നീട് ഉമവിയ ഭരണകൂടവും അബ്ബാസിയ ഭരണകൂടവും അതുപോലെ തന്നെ ഉസ്മാനിയ ഭരണകൂടവും അങ്ങനെ പല ഭരണകൂടങ്ങളും ഖിലാഫത്തുമായി വന്നു. അതിൽ ഇസ്ലാമിക ചിട്ടയോടുകൂടി ഭരണം നടത്തിയവരും അല്ലാതെ കിരാതന ഭരണം നടത്തിയവരും കാഴ്ചവെച്ചവരും ഉണ്ട്. എന്നിരുന്നാലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു ശേഷം ഉണ്ടായ ഖുലഫാഉർ റാഷിദ് അവിടെ അങ്ങനെയല്ല സംഭവിക്കേണ്ടത്, അങ്ങനെയല്ല ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്, എന്നുള്ള ഒരു പ്രശ്നമാണ് നവകാലത്ത് ആളുകളുടെ ഇടയിൽ മനസ്സിൽ കൊത്തിയിട്ടുള്ളത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒന്നാം ഖലീഫ ആകാൻ പാടില്ലെന്നും അലി റളിയല്ലാഹു അൻഹു ആണ് ആകേണ്ടതെന്നും പലരും വാദിക്കുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അലി റളിയല്ലാഹു അൻഹു ആണെന്ന് അവിടുന്ന് ഖവാരിജുകൾ വാദിക്കുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹു അല്ലാത്തത് കാരണത്താൽ എല്ലാ സ്വഹാബത്തും ക്രൂരന്മാരാണെന്നാണ് അവിടുന്ന് ഖവാരിജുകൾ പറയുന്നത്. ഈ അടുത്തായി നമ്മുടെ ഇടയിലുള്ള പലരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാകാൻ പാടില്ലായിരുന്നെന്നും അറിവുള്ളവരാണ് ഖലീഫയാകേണ്ടതെന്നും ഉന്നയിച്ചിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വലിയ അറിവിന്റെ കേന്ദ്രമായിരുന്നു, എന്നിട്ടും അവിടെ ഖലീഫയായില്ല. മറിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അവിടെ ഖലീഫയായത്. അതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഖലീഫ പദവി പാടില്ലാത്തതായിരുന്നെന്നും അവിടുന്ന് പറഞ്ഞതായി നാം കേട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അറിവില്ല എന്നാണ് അവിടുന്ന് അവർ ഉദ്ധരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് അവർ ഉദ്ധരിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. അവർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലാക്കാത്തത് കാരണത്താനാണ്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ഖിലാഫത്തില്ലാത്ത ഭരണം പാടില്ല എന്നുള്ള ഒരു വാദവുമായാണ് വരുന്നത്. ഖിലാഫത്ത് ഇല്ലെങ്കിൽ
ഈമാനില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അവർ ഉണർത്തുന്നത്. ഈ ഒരു വാദങ്ങളൊക്കെ തെറ്റാണ് എന്നുള്ളതാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.